വാക്യം വായിച്ചട്ടെ. ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. തിരുവചനം ഇങ്ങനെ പറയുന്നു, ആമേൻ, സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഇടയായി. അബ്രഹാം വിഗ്രഹങ്ങളെ വിറ്റു നടന്ന അബ്രഹാമിനെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാം, ആമേൻ, സ്തോത്രം, സകല വിഗ്രഹങ്ങളെയും എടുത്തെറിഞ്ഞ് സത്യദൈവത്തെ ആരാധിപ്പാൻ അബ്രഹാമും കുടുംബവും ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കൊരു തലമുറയില്ല. ആമേൻ, ഹല്ലേലൂയ, എനിക്കൊരു തലമുറ വേണമെന്ന് അബ്രഹാം ദൈവത്തോട് നിലവിളിച്ചു. നിലവിളിക്ക് മറുപടിയായി 25 വർഷം വരെ കാത്തിരുന്ന് ദൈവം ഒരു നന്മയെ കൊടുത്തു. ഇന്ന് രാത്രി ഏതൊക്കെ മേഖലയിൽ കാത്തിരിക്കുന്ന ആരൊക്കെ ഇന്ന് രാത്രി ഫേസ്ബുക്കിൽ കൂടി യൂട്യൂബിൽ കൂടി തിരുവചനം കേൾക്കുന്നു. ബൈബിൾ പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കാത്തിരുന്ന് പ്രാപിക്കുന്ന ഒരു അനുഗ്രഹമായിക്കോട്ടെ, കാത്തിരുന്ന് പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷ ആയിക്കോട്ടെ, കാത്തിരുന്ന് പ്രാപിക്കുന്ന ഒരു ഭവനമായിക്കോട്ടെ, കാത്തിരുന്ന് പ്രാപിക്കുന്ന ഒരു തലമുറയായിരിക്കോട്ടെ, അത് ബ്ലെസ്സിംഗ് ആയി മാറും. ഹല്ലേലൂയ. വില കൊടുത്ത് വാങ്ങുന്നതെല്ലാം നിലനിൽപ്പാൻ ഇടവരും. ആമേ, വില കൊടുക്കാതെ കിട്ടുന്നതെല്ലാം, ആമേ, ഞാനും നിങ്ങളും, ആമേ, സ്തോത്രം, ഉപയോഗമില്ലാതെ കളയുന്ന, ആമേ, സ്തോത്രം, മേഖലകളുണ്ട്. അതുകൊണ്ട് വാഗ്ദത്തത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. ദൈവം ഒരു തലമുറയെ കൊടുത്തു. ഹല്ലേലൂയ. പിന്നെ അബ്രഹാം ദൈവിക വാഗ്ദത്തം വിട്ട് തലമുറയുടെ പിന്നാലെ പോയപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്ക് തന്ന, ആമേ, ഇസഹാക്കിനെ ഉണ്ടല്ലോ, നീ എനിക്ക് യാഗം അർപ്പിക്കണം. ഹല്ലേലൂയ. ഒരിക്കലും ദൈവം ഒരു വാഗ്ദത്തം കൊടുത്താൽ ദൈവം അങ്ങനെ ചോദിക്കുമോ? ഹല്ലേലൂയ. എങ്കിൽ ശ്രദ്ധ തിരിഞ്ഞാൽ ദൈവം അത് ചോദിക്കും. ബൈബിൾ പറയുന്നു, എന്നേക്കാൾ അധികം നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നു അത് നിങ്ങളുടെ വിഗ്രഹമാകുന്നു. തിരുവചനം പറയുന്നു, ദൈവത്തെക്കാൾ ഈ ഭൂമിയിൽ ഒന്നും സ്നേഹിക്കരുത്. അവൻ ദൈവത്തെക്കാൾ ഒന്നിനെ നമ്മൾ സ്നേഹിക്കരുത്, ദൈവത്തെ മാത്രം സ്നേഹിക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെ അബ്രഹാം തന്റെ മകനെ, ആമേൻ, സ്തോത്രം, യാഗമർപ്പിപ്പാൻ മോറിയമലയിലേക്ക് കൊണ്ടുചെന്നപ്പോൾ അവിടെ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതി. ഇന്ന് രാത്രി എനിക്കും നിനക്കുമായി, ആമേൻ, സ്തോത്രം, സകല വിഷയങ്ങൾക്കും വേണ്ടി, പാപപരിഹാരത്തിനു വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി, ശാപങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി അവൻ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രിയും, ആമേൻ, സ്തോത്രം, ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ, ആമേൻ, സ്തോത്രം, പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇസഹാക്ക് യാഗമാകേണ്ട സ്ഥാനത്ത്, ഹല്ലേലൂയ, അവിടെ ഒരു ആട്ടിൻകുട്ടി യാഗമായി. ഹല്ലേലൂയ. അവൻ സന്തോഷത്തോടെ മടങ്ങി വന്നു, ദൈവത്തെ ഘോഷിച്ചു, മഹത്വം കൊടുത്തു പോകുന്ന പോക്കിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആടുമാട്, സമ്പത്ത്, കൃഷികൾ, പർവ്വജാതികളെല്ലാം അബ്രഹാമിനുണ്ടായിരുന്നു. തിരുവചനം പറയുന്നു, അബ്രഹാം വളരെ സമ്പന്നനായിരുന്നു. അങ്ങനെ അവൻ വളർന്നു. 40-ാമത്തെ വയസ്സായപ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇസഹാക്കിന്, ആമേൻ, സ്തോത്രം, വിവാഹം കഴിക്കുന്ന ആഗ്രഹം തോന്നിയപ്പോൾ അവൻ അവന്റെ കുടുംബത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ, ആമേൻ, സ്തോത്രം, അബ്രഹാം പറഞ്ഞു, നീ പുറത്തുപോയി, ആമേൻ, സ്തോത്രം, വിവാഹം കഴിക്കേണ്ട എന്റെ സഹോദരി, ആമേൻ, സ്തോത്രം, പുത്രിയെ, ആമേൻ, സ്തോത്രം, വിവാഹം കഴിക്കാം. ലാബാന്റെ മോളെ, ആമേൻ, സ്തോത്രം, യാക്കോബ്, ആമേൻ, ഇസഹാക്കിന് വേണ്ടി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആലോചിച്ചു. ആമേൻ, വിവാഹം നടന്നു. പിന്നെയും, ആമേൻ, സ്തോത്രം, ഇസഹാക്കിനും തലമുറയില്ലായിരുന്നു. അബ്രഹാം 25 വർഷം കാത്തിരുന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, ഇസഹാക്ക് 20 വർഷം കാത്തിരുന്നു. 40 വയസ്സിൽ വിവാഹം കഴിഞ്ഞ ഇസഹാക്കിന് തലമുറ ഉണ്ടാകുവാൻ 60-ാമത്തെ വയസ്സെടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഇസഹാക്കിന്റെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഭാര്യ റിബേക്ക, ആമേൻ, സ്തോത്രം, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ വളരെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. അവൾ ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിച്ചു കാണും, മരിച്ചു കളയാമെന്ന് ചിന്തിച്ചു കാണും. ആമേൻ, ഇന്ന് രാത്രി ആരൊക്കെയോ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ബൈബിൾ പറയുന്നു, ആമേൻ, സ്തോത്രം, ഞാൻ നിനക്ക് പകരം ജാതികളെ കൊടുക്കുന്നവനാണ്. നീ സാമ്പത്തിക മേഖലയിലാണോ പ്രശ്നം അനുഭവിക്കുന്നത്? രോഗത്തിന്റെ പ്രശ്നത്തിലാണോ? അതേ കുടുംബ പ്രശ്നത്തിലാണോ? ആരൊക്കെയോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്ന് രാത്രി ഫേസ്ബുക്കിൽ കാണുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഈ ലോകത്തിലെ ഒളിച്ചോട്ടമാണ് ആത്മഹത്യ. എങ്കിൽ എനിക്കും നിനക്കും വിലയേറിയ ഒരു ആത്മാവുണ്ട്. ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, തന്റെ ആത്മാവിനെ നഷ്ടമാക്കുവാൻ, ആമേൻ, സ്തോത്രം, ദൈവം അനുവദിക്കത്തില്ല. സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കൊന്ന് പ്രയോജനമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു.
പറയുന്നു നമുക്കൊരു ആവേശവേലേറിയ ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ. റിബേക്ക പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി ഉദരത്തിൽ വഹിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. ഇന്ന് രാത്രി നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു അഭിഷേകം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും. ഇന്ന് രാത്രി ചിന്തിച്ചോ, നിന്റെ ഉള്ളിൽ എന്തോ ഒരു അസാധാരണമായ ശക്തി ഈ കാലഘട്ടത്തിൽ പുറത്തു വരാനുണ്ട്. അതാ ചില പ്രശ്നങ്ങൾ കൂടി നീ കടന്നു പോകുന്നത്. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ കൂടി, പ്രതിസന്ധിയിൽ കൂടി, വേദനയിൽ കൂടി, ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുന്ന നിന്നെ ഇന്ന് കർത്താവിനെ വിടുവിപ്പാൻ പദ്ധതിയുണ്ട്. ഇന്ന് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ആമേൻ. റിബേക്ക പ്രഗ്നന്റ് ആയിരുന്നു ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒരുപാടുണ്ടായി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ 2 തലമുറകൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒന്ന് ഏശാവും, ആമേൻ, യാക്കോബും. ഹല്ലേലൂയ. കാരണം ഈ 2 കുഞ്ഞുങ്ങളെ ആമേൻ, സ്തോത്രം, ആമേൻ, വയറ്റിൽ ആമേൻ, സ്തോത്രം, വഹിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 9 മാസം 9 നാഴിക 9 വിനാഴിക റിബേക്ക ആമേൻ, സ്തോത്രം, ആയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആമേൻ, സ്തോത്രം, യാക്കോബ് ആമേൻ, സ്തോത്രം, അബ്രഹാമിന്റെ മകനായ യാക്കോബ് ആമേൻ, ഇസ്ഹാക്ക് ദൈവസന്നിധി ഒരുപാട് നിലവിളിച്ചു. കർത്താവേ, അപ്പനുണ്ടായതുപോലെ അപ്പൻ എന്നെ കിട്ടിയത് ഒരുപാട് വർഷം കാത്തിരിപ്പില്ല, പക്ഷെ എനിക്കും അതുപോലെ ഉണ്ടാകരുതെന്ന് അവൻ ദൈവത്തോട് നിലവിളിച്ചു. നിലവിളിക്ക് മറുപടിയായി ആമേൻ, സ്തോത്രം, ഇസ്ഹാക്കിനും ദൈവം തലമുറകളെ കൊടുത്തു. ഹല്ലേലൂയ. റിബേക്ക പ്രഗ്നന്റായി ആമേൻ, ആദ്യമായി ആമേൻ ഒരു കുഞ്ഞിനെ ജന്മം നൽകി. അവന്റെ പേര് യേശാവെന്ന. തിരുവചനം പറയുന്നു അവൻ ചുമന്ന ആമേൻ, സ്തോത്രം, ശരീരമുള്ളവനാണ്. അത് മാത്രമല്ല, തിരുവചനം പറഞ്ഞാൽ ആമേൻ പഠിച്ചാൽ അറിയാം, അവന്റെ ശരീരത്ത് ഒട്ടക രോമം പോലെ, ആരോമം പോലെ ആമേൻ, സ്തോത്രം, ശരീരം നിറച്ചു രോമമുണ്ട്. അത് മാത്രമല്ല ആമേൻ, ആമേൻ, സ്തോത്രം, ഇസ്ഹാക്കിന് വേറെ പേരുണ്ട്. ആമേൻ, സ്തോത്രം, ഏദോം എന്ന് പറയുന്നു. ഏദോം ആമേൻ ഒരു വ്യക്തിയല്ല, ഒരു സൈന്യമല്ല. ആമേൻ, സ്തോത്രം, ഒരു വലിയൊരു ഗ്രൂപ്പാണ് ഏദോം. ആമേൻ, മലാക്കിയുടെ പുസ്തകം പഠിച്ചാൽ അറിയാം, അവിടെ ആമേൻ, സ്തോത്രം, ഏദോമിനെ കുറിച്ച് വ്യക്തമായി അവിടെ പറയുന്നു. മലാക്കി ആമേൻ, സ്തോത്രം, 1-2 മുതൽ താഴോട്ട് വായിച്ചാൽ ആമേൻ, സ്തോത്രം, ഏദോമിനെ കുറിച്ച് വ്യക്തമായി അവിടെ തിരുവചനം പറയുന്നു. വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. മലാക്കി 1-2. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഏശാവിനെ ഞാൻ വേട്ടയാടുക അവന്റെ ഏറ്റവും വലിയ തൊഴിലായിരുന്നു. ആമേൻ, സ്തോത്രം, അവന്റെ അനുജനായ യാക്കോബിനെ കുറിച്ച് പഠിച്ചാൽ അവൻ ശാന്ത സ്വഭാവമുള്ളവനാണ്. അവൻ എപ്പോഴും അമ്മയോടുകൂടെ ചേർന്ന് നടക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഏശാവാണെങ്കിൽ വേട്ടക്കാരൻ. ആമേൻ, സ്തോത്രം, വാനസഞ്ചാരി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ അനുജനാണെങ്കിൽ കൂടാര വാസിയാണ്. എപ്പോഴും വീട്ടിൽ കാണും. അവൻ പുറത്തൊന്നും ആമേൻ, സ്തോത്രം, വലുതായിട്ട് ചുറ്റിക്കറങ്ങയില്ല. അവന് പുറത്തു ലോകങ്ങളെല്ലാം പേടിയാ. ഇവർ രണ്ടും കൂടി ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ജ്യേഷ്ഠൻ ആമേൻ, സ്തോത്രം, വേട്ടയാടാൻ പോയി. ആമേൻ, ഹല്ലേലൂയ. മൃഗങ്ങളെ പിടിക്കാൻ പോയി. ഒന്നും കിട്ടാതെ വരുമ്പോൾ അനുജൻ ആമേൻ, സ്തോത്രം, വരുന്ന വഴിക്ക് അമ്മയും കൂടെ ചേർന്ന് ആമേൻ, സ്തോത്രം, പായസം ഉണ്ടാക്കി. ആമേൻ, ചുവന്ന പായസം, നല്ല മണമാ. അവൻ വിശന്നു വരുന്ന വഴിയിൽ അനിയനോട് ചോദിച്ചു, അനുജ ആമേൻ, സ്തോത്രം, എനിക്ക് വിശക്കുന്നു, ഞാൻ ഒന്നും കഴിച്ചില്ല, ഇപ്പോൾ ഞാൻ മരിച്ചു പോകും, എനിക്ക് അതിൽ നിന്ന് തരാമോ? ഉടനെ അനിയൻ അങ്ങോട്ട് പറഞ്ഞു, അവൻ നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് നൽകിയാൽ ഞാൻ നിനക്ക് പായസത്തെ തരാം. ഈ കാലഘട്ടത്തിലും ജ്യേഷ്ഠാവകാശത്തിനു വേണ്ടി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ചില അനുജന്മാർ ആമേൻ വാദിക്കുന്ന വാദങ്ങൾ നമുക്ക് കാണാം. ഗ്രൂപ്പിന്റെ പേരിലും, മതത്തിന്റെ പേരിലും, സംഘടനയുടെ പേരിലും, ആമേൻ, സ്തോത്രം, രാഷ്ട്രീയത്തിന്റെ പേരിലും ആമേൻ, സ്തോത്രം, ഗ്രൂപ്പ് വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, നമ്മുടെ കർത്താവ് വരാറായി. ആമേ, ജ്യേഷ്ഠാവകാശം എന്ന് വ്യക്തമായി തിരുവചനം പഠിച്ചാൽ ആമേ, സ്തോത്രം, ആമേ, പിതാവിന്റെ ആമേ, സ്തോത്രം, പകുതി സ്വത്തിന് അവകാശി ഈ ജ്യേഷ്ഠനാണ്. ഒന്ന്. രണ്ടാമത് ആമേ, സ്തോത്രം, പുറപ്പാട് പുസ്തകം പഠിച്ചാൽ അറിയാം, ആമേ, പൗരോഹിതം, പുരോഹിത വർഗം അല്ലെങ്കിൽ പുരോഹിതൻ ആകേണ്ടത് മൂത്ത മകനാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയും, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗം. പഴയ നിയമം ആമേ, പുറപ്പാട് ആമേ, സ്തോത്രം, അതുപോലെ തന്നെ ആമേ, ലേവ്യ പുസ്തകങ്ങളൊക്കെ പഠിച്ചാൽ വ്യക്തമായി ആമേ, സ്തോത്രം, ആമേ, പുറപ്പാട് പുസ്തകം
പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. മോശെ വന്നു ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ചു. യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. പുരോഹിത വർഗം ആയിരിക്കുന്ന വ്യക്തി ധരിക്കേണ്ട വസ്ത്രത്തെ കുറിച്ച് പോലും പഴയ നിയമത്തിൽ വ്യക്തമായി സ്തോത്രം വ്യക്തമായി തിരുവചനം പറയുന്നു. അത് മാത്രമല്ല, പുറപ്പാട് പുസ്തകത്തിൽ നെറ്റിയിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം സമർപ്പണം ചെയ്യുന്നവനെന്ന് പുരോഹിതൻ എഴുതി വച്ചിരിക്കണം. പുരോഹിതനെ കണ്ടാൽ പഴയ നിയമത്തിൽ വ്യക്തമായി മനസ്സിലാകണം. എങ്കിൽ പുതിയ നിയമത്തിൽ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്തു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രിയും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതാ കർത്താവ് യേശുവാണ് മഹാപുരോഹിതൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജ്യേഷ്ഠാവകാശം അനുജൻ തട്ടിവാങ്ങി പായസം കൊടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയും തിരുവചനം കേൾക്കുന്ന സ്തോത്രം സഹോദര സഹോദരി, നിന്നോട് പരിശുദ്ധാത്മ ചില അവകാശങ്ങളെ നീ നഷ്ടമാക്കി കളയരുത്. ദൈവം നൽകിയ ചില അധികാരങ്ങൾ, ദൈവം തന്ന ചില കൃപാവരങ്ങൾ ഭക്ഷണത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും ഇന്ന് രാത്രി നീ അടിയറ വയ്ക്കാനുള്ളതല്ല. ചില ജ്യേഷ്ഠാവക, ചില പുരോഹിത ശക്തി അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകർന്നിരിക്കുന്നത് സ്തോത്രം അത് തകർത്ത് കളയാനല്ല. ഇന്ന് രാത്രി ചെറിയോട് ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. യാക്കോബിന് സ്തോത്രം ജ്യേഷ്ഠാവകാശം പായസത്തിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി വിറ്റുകൊടുത്ത യാക്കോബിനെ സ്തോത്രം നോക്കരുത്. ഇന്ന് രാത്രി സകലതിനെ നിവർത്തിച്ച ഒരു കർത്താവായ യേശുവിനെ നീ നോക്ക്. യേശുവാ നിന്നെ വിളിച്ചത്, യേശുവാ നിനക്ക് കൃപ നൽകിയത്, യേശുവാ നിനക്ക് അധികാരം നൽകിയത്, യേശുവാണ് നിന്നെ നടത്തിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ഭക്ഷണത്തിനും നിന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ നഷ്ടമാക്കി കളയരുത്. ഈ 2021 ദൈവം നിന്നെ പറഞ്ഞിരിക്കുന്ന അധികാരത്തെ, അഭിഷേകത്തെ സ്തോത്രം ജ്വലിപ്പിക്കാൻ, സ്തോത്രം വർദ്ധിപ്പിക്കുവാൻ കർത്താവിന് ഇന്ന് രാത്രിയും നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന സ്തോത്രം ഹല്ലേലൂയ. നീ ചില പ്രശ്നങ്ങൾ വിടിഞ്ഞ് ഈ ദിവസങ്ങൾ ദൈവസ്ഥലം മുട്ടുമടക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ദൈവം സ്തോത്രം ഇന്ന് രാത്രിയും അബ്രഹാമിന്റെ, ഈസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് രാത്രി ജീവിക്കുന്നു. അവന്റെ സ്തോത്രം ആണിപ്പാടുള്ള കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് പായസത്തിനു വേണ്ടി സ്തോത്രം യേശാവ് തന്റെ ജ്യേഷ്ഠാവകാശത്തെ അനുജന് കൊടുത്തു. ഹല്ലേലൂയ, അനുജന് അടിവര പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ശക്തമായ ഈ പ്രവൃത്തി ഉപയോഗിക്കപ്പെടേണ്ട അനേക അഭിഷിദ്ധന്മാർ തന്റെ കൃപാവരങ്ങളെ നഷ്ടമാക്കി കളഞ്ഞു. സ്തോത്രം അവർ കൃപാവരത്തിലെ കാലഘട്ടത്തിൽ പോകുന്നത്, അവർ ബൈബിളിന്റെ ഉപദേശത്തിൽ പോയിട്ട് പറയും കാലഘട്ടത്തിൽ കൃപാവരമില്ല, അഭിഷേകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം അല്ലെങ്കിൽ അവരെ അവകാശങ്ങൾ മറ്റ് അനുജന്മാർ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നവരുടെ മേൽ കൈമാറിയിട്ട് അഭിഷേകമില്ല എന്ന് വാദിക്കുന്ന ഒരു വാദം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ നിന്റെ അധികാരത്തെ ഈ കാലഘട്ടത്തിൽ മടങ്ങി വരാൻ പോകുന്നു. പത്രോസിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, നീ വൃദ്ധനായ ശേഷവും മറ്റൊരാൾ നിനക്ക് അരകെട്ടിത്തരും. ഈ കാലഘട്ടത്തിൽ പ്രായമുള്ള ശുശ്രൂഷകന്മാർ ഈ രാത്രിക്ക് തിരുവചനം ശ്രമിക്കുന്നു. നിന്നോട് ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ ഭക്തന്മാരെ, പ്രായമുള്ള പാസ്റ്റേഴ്സിനെ ദൈവം ഉപയോഗിക്കാൻ പോയ ഈ കോവിഡ് കാലത്ത് നീ പട്ടിണി കിടന്നത് വെറുതെ അല്ല. ഈ കോവിഡ് കാലത്ത് നീ അനുഭവിച്ച നിന്ദകളും ഒന്നും വെറുതെ അല്ല. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വ്യക്തമായി പറയുന്നു, വിവാഹം കഴിക്കാൻ പ്രായമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളല്ല, ചില ദൈവദാസന്മാർ ഇന്ന് രാത്രി തിരുവചനം ശ്രമിക്കുന്നു. നിനക്ക് വേണ്ടി എന്റെ കർത്താവ് തലമുറക്ക് വേണ്ടി ചില വാതിലുകളെ ഇന്ന് രാത്രി തുറക്കാൻ പോകുക. നിനക്ക് ഇന്നിന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരങ്ങളെ ഈ കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. അടകമന റിഗനകട ഈ പട്ടണത്തിൽ കൂടി നടക്കുമ്പോൾ ദുർഭൂത ശക്തികൾ അലറുന്ന ഒരു തലം പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയിരിക്കുക. ശുശ്രൂഷകന്മാർ, ദൈവദാസ, പ്രായമുള്ള ദൈവദാസ പരിശുദ്ധ വ്യക്തമായി കൈമാറുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഇരുന്ന് പ്രാർത്ഥിച്ചത്, കഴിഞ്ഞ കാലങ്ങൾ ദൈവനാമത്തിൽ അനേകരുടെ ആവേശത്തെ ട്രാക്ട് കൊടുത്തത്, കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തെ നാമത്തിൽ യേശുവിനെ ഉയർത്തിയതിനെല്ലാം കർത്താവ് ഈ 2021 ആവേശോത്ര ചില ട്രേണിംഗ് പോയിന്റുകൾ പരിശുദ്ധാത്മാവ് തുറന്ന് ഈ കാലഘട്ടത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തി ഈ കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അതുപോലെ ഇന്ന് രാത്രി ആവേശോത്ര തിരുവചനത്തിന് സമർപ്പിക്കപ്പെടുന്ന ആവേശോത്ര യുവതി യുവാക്കളെ കർത്താവ് പുറത്തെടുക്കാൻ പോകുക. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്യേഷ്ഠാവകാശത്തെ നഷ്ടമാക്കി കളഞ്ഞു യേശാവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ ഉടനെ ആവേശോത്രം
ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേ സ്തോത്രം. ഇസഹാക്ക് ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആ മകനോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ആമേ സ്തോത്രം, മൂത്ത മകനെ ഇനി വിളിക്കാൻ. ആമേ സ്തോത്രം, ഞാൻ പ്രായമായി, അവനൊരു അവകാശം എന്റെ മേൽ കിടപ്പുണ്ട്, അതുകൂടി അവനൊരു കയ്യൊപ്പ് കൊടുക്കണം. ആമേ യേശാവിനെ ഇനി വിളിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. ആമേ സ്തോത്രം. ഉടനെ ആമേ അമ്മ പറഞ്ഞു, എടാ നിന്നെ ആമേ സ്തോത്രം നിന്റെ അച്ഛൻ വിളിക്കുന്നു. ആമേ സ്തോത്രം. പള്ളിയിലെ അച്ഛനല്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. യാക്കോബിന്റെ അച്ഛൻ. ആമേ. ഉടനെ യേശാവ് ചെന്ന് ചോദിച്ചു, എന്താ കാര്യം? അച്ഛൻ പറഞ്ഞു, ഞാനേ ആമേ സ്തോത്രം ഈ ലോകത്തൊന്ന് മാറ്റപ്പെടാറായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയും, കർത്താവിന് വേണ്ടി നിൽക്കുന്ന തന്റെ അഭിഷിക്തന്മാർക്ക് ആമേ സ്തോത്രം മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ദൂതന്മാർ വെളിപ്പെടുത്തും. അവർ ആമേ കാണുന്നത് ആമേ കാള കുത്താൻ വരുന്നതല്ല, ആന ഓട്ടിക്കാൻ വരുന്നതല്ല, അവർ കാണുന്നത് ദൂതന്മാർ. ആമേ സ്തോത്രം. അവരെ ആമേ ആത്മാവിനെ കരങ്ങളിൽ വഹിപ്പാൻ വന്നു നിൽക്കുന്നത്, വെള്ളവസ്ത്രധാരിയായ ദൂതന്മാർ വന്നു നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മൂത്ത മകൻ വന്നു. എന്താ അപ്പ? അപ്പൻ പറഞ്ഞിടാ, എനിക്ക് വേട്ടയിറച്ചി തിന്നണം, നീ ഒരു കാര്യം ചെയ്യ്, പോയി വേട്ടയിറച്ചി കൊണ്ടുപോവാ. ആമേ സ്തോത്രം. ഉടനെ അമ്മ വനിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതുപോലെ ജേട്ടനോട് അപ്പൻ പറഞ്ഞടാ, നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് പോയി ഒരു ആട്ടുംകുട്ടിയെ കൊണ്ടുപോവാ, ഞാൻ അപ്പന്റെ ടേസ്റ്റിന് പാകം ചെയ്തു തരാം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ തന്നെ അനുജൻ പോയി ആമേ ഒരു ആട്ടുംകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് ആമേ അനുജന് വേണ്ടി ആമേ അമ്മ സപ്പോർട്ട് നിന്നു. ആമേ സ്തോത്രം. പാകം ചെയ്ത് ആമേ സ്തോത്രം. ഹല്ലേലൂയ. അച്ഛന് കൊണ്ട് കൊടുത്തു. അതിനു മുമ്പ് അമ്മ ജ്യേഷ്ഠന്റെ വസ്ത്രം അനിയൻ എടുത്തിട്ടു. ഉടനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതെന്തായാലും എന്നെ പിടിക്കും. അമ്മ പറഞ്ഞില്ലടാ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ യേശാവിന്റെ ആമേ സ്തോത്രം വസ്ത്രം, ആമേ യേശാവിന്റെ ശരീരത്തെ ആമേ സ്തോത്രം രോമം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഉള്ളതുപോലെ യാക്കോബിന്റെ ശരീരത്തും ആമേ സ്തോത്രം ഹല്ലേലൂയ നീളമുള്ള ആമേ രോമങ്ങളെ ആമേ സ്തോത്രം ഒട്ടിച്ച് ഹല്ലേലൂയ അപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പാ ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അപ്പന്റെ മൂത്ത മോൻ യേശാവാണെന്ന് പറഞ്ഞ് യാക്കോബ് അനുഗ്രഹം വാങ്ങാനുള്ള പ്ലാനും പദ്ധതിയുമായി നിന്നു. ഉടനെ അപ്പൻ ചോദിച്ചു, നിനക്ക് ഇത്ര പെട്ടെന്ന് ആമേ സ്തോത്രം മൃഗത്തെ കിട്ടിയോടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഉടനെ അമ്മ പറഞ്ഞ പോയിന്റ്, യാക്കോബ് പറഞ്ഞ പോയിന്റ്, ഹല്ലേലൂയ, അപ്പം പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു മൃഗത്തെ കിട്ടി. ആമേ ഹല്ലേലൂയ. ഇന്ന് രാത്രിയും തിരുവചനം കേൾക്കുന്ന ആമേ സ്തോത്രം ദൈവമക്കളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ഇന്ന് രാത്രിയും ആമേ ഹാബേലിന്റെയും കൈയുടെ രക്തം, പ്രതികാരത്തിന്റെ രക്തം, ഉൽപ്പത്തി വെളിപ്പെട്ടത് അതെ ഈ കാലഘട്ടത്തിലും വെളിപ്പെടുന്നുണ്ട്. ആമേ ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടിയും ആമേ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ അപ്പന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ആമേ ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ എന്തോ ആമേ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന നിന്നോട് ഇന്ന് രാത്രി ആമേ പരിശുദ്ധാൽ പറയുന്നു, നമ്മുടെ കർത്താവ് വരാറായി. ഈ ഭൂമിയിൽ ഒന്നും നിനക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്ന നീ സഭയ്ക്കകത്തെ രാഷ്ട്രീയം വിട്ട്, സഭയ്ക്കകത്തെ സ്പിരിറ്റുകളെ വിട്ട്, ഈ ലോകത്തിലെ നേതാക്കന്മാരെ വിട്ട് കർത്താവായി യേശുവിന്റെ പിന്നാലെ ആമേ സ്തോത്രം ഇന്ന് രാത്രി അഭിഷിക്തന്മാർ തിരിയട്ടെ, ദൈവമക്കൾ തിരിയട്ടെ. ഇന്ന് രാത്രി നമുക്ക് ആരാധിപ്പാൻ ഒരുവനേ ഉള്ളു, അത് നസ്രയൻ യേശുവാണ്. ഈ ലോകത്തിന്റെ കർത്താവ് ഒരു സംഘടനയും നിയമിച്ചിട്ടില്ല, ഒറ്റ സംഘടനയും നിയമിച്ചിട്ടില്ല. ആമേ സ്തോത്രം. കർത്താവിലേക്ക് തിരി. കർത്താവിന്റെ ഫേവർ, കർത്താവിന്റെ അനുഗ്രഹം നിന്റെ മേൽ വെളിപ്പെടട്ടെ. അനുജന്മാർ, ചേട്ടന്മാർ, കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഈ രാത്രി യേശുവിൻ നാമത്തിൽ ചില കുടുംബങ്ങളെ വിട്ട് മാറിപ്പോകും. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ ഇന്ന് രാത്രി ചില കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ കരം അതേ ഇന്ന് രാത്രി ഇറങ്ങി വരികയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ചില വസ്തു തർക്കങ്ങൾ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില കേസുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പന്റെ അനുഗ്രഹം അനുജൻ ആമേ സ്തോത്രം പിടിച്ചു വാങ്ങി, ആമേ സ്തോത്രം കൊണ്ടുപോയി. ഹല്ലേലൂയ. ഉടനെ ജ്യേഷ്ഠ സഹോദരൻ ആമേ സ്തോത്രം മൃഗയിറച്ചിയുമായി വേട്ടയാടി വളരെ പാടുപെട്ട് കൊണ്ടുവന്നപ്പോൾ ആമേ സ്തോത്രം ഉടനെ അപ്പം പറഞ്ഞടാ, നിന്റെ അനുജൻ വന്ന് അനുഗ്രഹം വാങ്ങിക്കൊണ്ടു പോയി. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ജ്യേഷ്ഠന് ദേഷ്യമായി. ജ്യേഷ്ഠൻ പറഞ്ഞ അനുജനെ ഞാൻ കൊല്ലും. ആമേ സ്തോത്രം. ഉൽപ്പത്തി വെളിപ്പെട്ട അതേ പ്രതികാരം ഈ കാലഘട്ടത്തിലുമുണ്ട്. സഹോദരന്മാരെ തമ്മിലടിപ്പിക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്തർ
തിരിച്ചറിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉടകമനഘടക ശന്തന റിവനഘടകസ്യ ആത്മീക തലത്തിലുള്ള ആത്മീക മണ്ഡലത്തിൽ ശുശ്രൂഷകന്മാരെ സഭകളെ തമ്മിലടിപ്പിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഈ കാലഘട്ടത്തിൽ സഭ തിരിച്ചറിഞ്ഞ് അതിന്റെ മേൽ ജയിച്ച് ഈ കാലഘട്ടത്തിന്റെ ഉണർവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ആയിരങ്ങളെ പതിനായിരങ്ങളെ ലക്ഷങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ ശക്തിക്ക് വേണ്ടി വലിയ കൂട്ടം തലമുറയെ പൊക്കിയെടുപ്പാൻ ഇന്ന് രാത്രി നിന്നെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. ഉടനെ ആമേൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്റെ ആമേശ്വത്ര ജ്യേഷ്ഠാവകാശം നഷ്ടമായി, ആമേശ്വത്ര അപ്പന്റെ അനുഗ്രഹം നഷ്ടമായി, ആമേശ്വത്ര ഇതിനുള്ള സ്വത്തിനെല്ലാം ഉടയവൻ ആമേശ്വത്രൻ യാക്കോബായി അനുജനായി. അനുജനെ കൊല്ലുമെന്ന് പ്ലാനിട്ടും പറയുകയും ചെയ്തപ്പോ ഉടനെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞെടാ, നിന്നെ ജ്യേഷ്ഠൻ കൊല്ലുവാൻ നോക്കി നടക്കുന്നു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് ദൂരോട്ട് എവിടെയെങ്കിലും പോക എന്ന് പറഞ്ഞ് ആമേശ്വത്ര അനുജനെ ആമേശ്വത്ര അമ്മ ഓട്ടിച്ചു വിട്ടു. ഇന്നും പല കുടുംബങ്ങളിൽ ഇങ്ങനെയാണ്. ആമേശ്വത്ര അനുജനെ അമ്മയ്ക്ക് ഇഷ്ടം, ചേട്ടൻ അപ്പനെ ഇഷ്ടം. ആമേശ്വത്ര നിന്റെ വീട്ടിലെ ഗ്രൂപ്പ് നീ എന്ന് കളയുമോ അന്ന് നിന്റെ വീട് നന്നാകും, നിന്റെ തലമുറകൾ നന്നാവും. എല്ലാവരും ഒരുപോലെ കാണാനുള്ള കണ്ണ് നിനക്കില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നീ മാനസാന്തരപ്പെട്. യേശുവിന്റെ വരവ് വാദിക്കലായി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്. കർത്താവിന്റെ വരവെങ്കിൽ നീ പോകണമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അരിജനെന്നോ ജേട്ടനെന്നോ മരുമോനെന്നോ മനുമോനെന്നോ ഒരു വേർതിരിവില്ലാതെ ഇന്ന് രാത്രി സ്നേഹിക്കാൻ തുടങ്ങി. കർത്താവ് സ്നേഹനിധിയാണ്. ഉടനെ അമ്മ അരിജനോട് പറഞ്ഞടാ, നീ ഒരു കാര്യം ചെയ്യ്, ഓടിക്കോ, സ്ഥലം വിട്ടോ. ആമേൻ, ജ്യേഷ്ഠൻ നിന്നെ കൊല്ലും. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആമേ സ്തോത്രം ദൂരദേശത്തേക്ക് പോയി. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആമേ സ്തോത്രം നടന്നു പോയി. ലാബാന്റെ വീട്ടിലേക്ക് ചെന്നു, അവന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് ചെന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ജ്യേഷ്ഠനെ പറ്റിച്ചിട്ട് പോയ, അപ്പനെ പറ്റിച്ചിട്ട് പോയ യാക്കോബിന്റെ പിന്നാലെയും ചില പറ്റിപ്പുകൾ വരുന്നുണ്ട്. ഇന്ന് രാത്രി നിനക്ക് പാസ്റ്ററെ പറ്റിക്കാം, സഭയെ പറ്റിക്കാം, അവൻ ചില വ്യക്തികളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് പറ്റിക്കാം, പക്ഷേ ദൈവത്തെ പറ്റിക്കാൻ പറ്റുകയില്ല. ഇന്ന് ആരൊക്കെ പറ്റിച്ചിട്ട് ആമേശ്വത പുറം നാടിയിൽ നീ ആരോ ആണെന്നുള്ള രീതിയിൽ, ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഇന്ന് രാത്രി ആരൊക്കെ തിരുവചനം കേൾക്കുന്നു, നിന്നോട് കർത്താവ് പറയുന്നു, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. നീ ഒരുവനെ പറ്റിച്ചാൽ നിന്നെ വേറെ ആള് പറ്റിക്കും. ആമേ, പണ്ടുള്ള ആരൊക്കെ ഇങ്ങനെ പറഞ്ഞു, എട്ടനെ പൊട്ടൻ ചതിക്കുന്നു, പൊട്ടനെ ദൈവം ചതിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ആരൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ചതി നിർത്തി, വഞ്ചന നിർത്തി, അഹങ്കാരം നിർത്തി, യേശുവിലേക്ക് തിരി. നീ ഒരാളെ നീ പറ്റിച്ചാൽ നിന്നെ അനേകർ പറ്റിക്കും. ഇന്ന് രാത്രി വാങ്ങിച്ച് കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്തു തുടങ്ങിക്കോ. അവർ കാണുമ്പോൾ നീ ഓടി ഒളിക്കണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ചെന്നുപെട്ടത് ലാബാന്റെ വീട്ടിൽ, അമ്മാവന്റെ വീട്ടിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അമ്മാവൻ പറ്റിച്ചു. ഹല്ലേലൂയ, കാണിച്ചതിനെ അല്ല കെട്ടിക്കൊടിച്ചു കൊടുത്തത്. ഇന്ന് രാത്രി അവിടെ കിടന്ന് അവൻ കുറെ പഠിച്ചു. എങ്കിലും ആ ദൈവിക വാഗ്ദത്തം അവന്റെ മേലുണ്ടായിരുന്നു. അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെയും അനുഗ്രഹിച്ച ഒരു ദൈവം ഹല്ലേലൂയ എന്നെയും നിന്നെയും കൈവിടുന്നവനല്ല. ഒരു തലമുറയും നഷ്ടമായി പോകുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. ലൂക്കോസ് വിഷയം പഠിച്ചാൽ അറിയാൻ, നയൻ പട്ടണത്തിൽ വിധവയുടെ മകൻ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ ഹസ്ബൻഡും നഷ്ടമായി, മകനും മരിച്ചു. ആമേ സ്തോത്രം, മഞ്ചവുമായി പുറത്തേക്ക് വരുമ്പോൾ യേശുവും ശിഷ്യന്മാരും കൂടി പോയി ആ മഞ്ചത്തിൽ യേശു തൊട്ടു. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. തലമുറകൾ നഷ്ടമായി പോകുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമില്ല. ഇന്ന് രാത്രി നിന്റെ തലമുറയെ ആമേശ്വരം ഇല്ലാതാക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ, ദുഷ്ടാത്മസേനകൾ, ദേശാധിപതി ശക്തികൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ തലമുറകളെ വിട്ട് വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്ന, ആമേ മുന്നോട്ട് വിടാൻ ബാധിക്കുന്ന എല്ലാ വാദങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ കരം അതിനെ ഇന്ന് രാത്രി വെട്ടിമാറ്റുകയാ. യേശു മഞ്ചത്തെ തൊട്ടു, കിടന്ന് മരിച്ചു കിടന്നവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ആമേ സ്തോത്രം ഉയരത്തില്ലെന്നും ആമേ സ്തോത്രം അല്ല തീർന്നു പോകുമെന്നും പറയുന്ന മധ്യേ ചിലതൊക്കെ എഴുന്നേൽക്കാൻ പോകുക. ഈ തലമുറയിൽ ചിലതൊക്കെ എഴുന്നേൽക്കാൻ പോകുക. ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്നും ശത്രുവും ആമേ സ്തോത്രം ആമേ എഴുതി തള്ളിയ വ്യക്തികളും എഴുതി തള്ളിയ ചില കേസുകളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഊടാരാമന പത്രോസിന്റെ അമ്മായിയമ്മ ജ്വരം പിടിച്ച് പനി പിടിച്ചു കിടക്കുമ്പോൾ യേശു അവിടെ ചെന്നു.
ആമേ സ്തോത്രം പള്ളിയിലേക്ക് യേശുവും ആമേ ശിഷ്യന്മാരും കൂടി ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞ് അമ്മ പനി പിടിച്ചു കിടക്കുന്നു. യേശു പത്രോസിന്റെ വീട്ടിലേക്ക് ചെന്ന് ആമേ സ്തോത്രം പത്രോസിന്റെ അമ്മാവിയുടെ ആമേ സ്തോത്രം പനിയെ ശാസിച്ചു. ഉടനെ പത്രോസിന്റെ അമ്മാവി എഴുന്നേറ്റ് വന്നു, യേശുവിനെ ശുശ്രൂഷിച്ചു. ഈ കാലഘട്ടത്തിൽ രോഗത്താലും ഭാരത്താലും വിഷയത്തിലും ആയിരിക്കാം നിന്നെ യേശു സൗഖ്യമാക്കിയത് എന്തിനെന്നറിയാമോ? നീ യേശുവിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാനാ, യേശുവിനോട് ശുശ്രൂഷ ചെയ്യാനാ. ഇന്ന് ആരൊക്കെയോ കലപ്പയ്ക്ക് കൈവച്ചിട്ട് മാറി നിൽക്കുന്നു. നിന്നോടാ കർത്താവ് ഇന്ന് രാത്രി വ്യക്തമായി പറയുന്നത്, ദൈവനാമത്തിന് വേണ്ടി നീ ഒരു കാലഘട്ടത്തിൽ ആമേ സ്തോത്രം ആമേ പ്രാർത്ഥനയിലും ആരാധനയിലും ശുശ്രൂഷയിലും മുന്നോട്ട് നിന്നയാളാ. ഇപ്പൊ നീ പിറകോട്ട് നിൽക്കും. നിന്നോടാ കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് നീ മാറിപ്പോകരുത്. ഹല്ലേലൂയ. ആമേ പത്രോസിന്റെ അമ്മാവിയമ്മ യേശുവിനെ ശുശ്രൂഷിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവനാമത്തിൽ നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേ സ്തോത്രം ഹല്ലേലൂയ പുറത്തു വരേണ്ടവളാണ്. ചില ആന്റിമാരെ പരിശുദ്ധ വ്യക്തമായി കാണിക്കുന്നു. ഈ രാത്രിയിൽ ചില പ്രാർത്ഥനയുടെ വാർത്തത്വങ്ങളുമായി ഈ കാലഘട്ടത്തിൽ നീ എഴുന്നേൽക്ക്. ദേശത്ത് തലമുറകൾ നശിക്കുവാൻ ആമേ സ്തോത്രം നിന്റെ പ്രാർത്ഥന ഇടവരരുത്. ഇന്ന് രാത്രി ചില മേഖലയിൽ ഉണർന്നു തുടങ്ങിക്കോ. പട്ടണത്തിൽ കുടിയിരിക്കുന്ന കുടിയിരിപ്പ് ശക്തികളെ പരിശുദ്ധാത്മാ പൂർണ്ണമായി എടുത്തു മാറ്റും. പള്ളിപ്രമാണിയുടെ യായോറോസിന്റെ മകൾ ആമേശ്വത്രം മരണസതയിലെത്തിയപ്പോൾ യേശുവിന്റെ അടുത്തേക്ക് ആളമിട്ടു. ആമേശ്വത്രം യേശു വന്നിട്ട് പറഞ്ഞു, അവൾ ഉറങ്ങുകയാ. ആമേശ്വത്രം ഇന്ന് നീ പുരോഹിതനായിരിക്കാം. ആമേശ്വത്രം ഹല്ലേലൂയ വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കാം. നിന്റെ മകളെ വിടിപ്പാൻ കർത്താവ് യേശു ക്രിസ്തു ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാ. യേശു മരിച്ച മോളെ നോക്കിയിട്ട് പറഞ്ഞു, ഉറങ്ങുകയാ. യേശു ബാലേ എഴുന്നേൽക്കുക. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ യുവതി യുവാക്കളെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാ. ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞാൽ എത്ര പേർ കാമയം പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയും? ഹല്ലേലൂയ. അസൂയയില്ലാത്ത, കുശുമ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില യുവതി യുവാക്കളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുകയാ. വാഗ്ദത്തങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം തലമുറമേൽ വെളിപ്പെടും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിനക്ക് കർത്താവ് ഒരു ജോലി തരാമെന്ന് പറഞ്ഞു, തരും. മോന്റെ വിസ റെഡിയാകും. ആമേൻ സ്തോത്രം. നിന്റെ സ്ഥലമാറ്റം ഉടനെ ഉണ്ടാകും. കർത്താവാണ് പറഞ്ഞതെങ്കിൽ ചെയ്യും. പക്ഷേ അതിനപ്പുറമായി ഇന്ന് രാത്രി വചനത്തെ മുറുകെ പിടിക്കുക, വിശ്വാസത്തിൽ അടിയുറക്കുക. സഭകൾ അടച്ചത് കൊണ്ട് വീട്ടിൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല. പലരും ആമേൻ സീരിയലിന്റെയും സിനിമയുടെ മുന്നിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, പ്രാർത്ഥനകൾ നിർത്തരുത്, ആരാധനകൾ നിർത്തരുത്. നടത്തിയ ദൈവത്തെ നാമെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കയറുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെയെങ്കിൽ തലമുറകളെ ദൈവം ആമേശ്വത്രം ഈ ദിവസങ്ങളിൽ ഉയർത്തും. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത അതേ ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഉപായിയാണ്, തന്ത്രശാലിയാണ്. അവൻ ആമേശ്വത്രം അടക്കത്തിൽ അല്ലെങ്കിൽ ചേരുകത്തിൽ നിന്ന് പലതും നേടി. ഈ കാലഘട്ടത്തിൽ ആമേശ്വത്രം കൂടെ നിന്ന് അവൻ പലതും നേടാം. പക്ഷേ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ശുശ്രൂഷ നിന്റെ മേൽ കൈമാറണമെങ്കിൽ, അഭിഷേകത്തിന്റെ സ്ഥലം നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ ഉപായത്തിലും ഷോപ്പിംഗിലും നടക്കുകയില്ല. അത് കർത്താവ് നിന്റെ മേൽ പകരുന്നതാണ്. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ആമേശ്വത്രം തന്റെ കൈമാറ്റം വെളിപ്പെടുത്തും. ഈ രാത്രി നീയും പറ, കർത്താവേ എന്നെയും അതിൽ ഉൾപ്പെടുത്തിക്കണേ എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് നിലവിളി. അങ്ങനെയാണെങ്കിൽ തലമുറയിൽ പാരമ്പര്യമായി കെട്ടി നിൽക്കുന്ന രോഗങ്ങളും ശാപങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അടിയും. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമിന്റെ സാറയുടെ ഉദരത്തെ തടഞ്ഞു വെച്ച അതേ ദുരാത്മാവ് ആ മകന്റെ മേലും കുടുംബത്തെ തടഞ്ഞു വെച്ച ദുരാത്മാവ് അതിന്റെ മേലും ആമേശ്വത്രം ഇസഹാക്ക് പ്രാർത്ഥിച്ച് ജയമെടുത്തെങ്കിൽ ഇന്ന് രാത്രി മാറി മാറി ഉണ്ടാകുന്ന ചില രോഗബന്ധനങ്ങളെ, മാറി മാറി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ, മാറി മാറി വരുന്ന ചില പ്രതിസന്ധികളെ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല. ഇന്ന് രാത്രി കർത്താവിനോട് നിലവിളി മുട്ടുമടക്ക് പറ, കർത്താവേ എന്റെ വാഴ്ത്തത്തങ്ങളുണ്ട്. എന്റെ തലമുറയെ അനുഗ്രഹിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിനോട് ഇറങ്ങിത്തിരിച്ച നിന്നെ വടിയിലിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ബന്ധുക്കൾ കൈവിട്ടോട്ടെ, സ്നേഹിതർ കൈവിട്ടോട്ടെ, കർത്താവ് നിന്നെ കൈവിടുകയില്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമേ നീ ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ കണ്ടു. താഴോട്ട് നോക്കൂ, മണൽത്തരികളെ കണ്ടു. ഇതുപോലെ ഞാൻ തലമുറകളെ തരും.
ഇന്ന് രാത്രി അബ്രഹാമിന്റെ അനുഗ്രഹമാണ് എന്റെ മേലും നിങ്ങളുടെ മേലും വെളിപ്പെട്ടതെങ്കിൽ സ്തോത്രം തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അനേകര തലങ്ങളെ യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ അത് പൊങ്ങി വരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ തല താഴ്ത്താൻ അനുവദിക്കാത്തൊരു കർത്താവ് ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. ആ യേശുവിന് വേണ്ടി നീ സ്റ്റെപ്പ് വൈ, ദൈവം നിനക്ക് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കും. ഇന്ന് രാത്രി നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. റോകാമാന ശംദന, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കുമെന്ന് ദൈവം ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ തലമുറയിൽ ദൈവം ആവേശത്തോടെ ഉറപ്പിക്കുന്ന രാത്രിയാ. പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ലൈവിൽ കാണുന്ന അപ്പച്ച ഹല്ലേലൂയ, യൂട്യൂബിൽ കൂടി ഈ രാത്രി വാച്ച് ചെയ്യുന്ന ഓരോ കുടുംബത്തിനും വ്യക്തികളുടെ ദൈവത്തിന്റെ കരം അത് വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭയായി ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വാഗ്ദത്തങ്ങൾ പറഞ്ഞവരുണ്ട്. ശുശ്രൂഷയുടെ കർത്താവേ സ്തോത്രം പ്രൊഫറ്റിക് കേട്ടവരുണ്ട്. ഈ ദിവസങ്ങളെല്ലാം പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ചിന്താകുലവും ദൈവത്തെ മേൽ ഇട്ടുകൊണ്ട് ഇന്ന് രാത്രി ചിലതൊക്കെ തച്ചുകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വാഗ്ദത്തം അതേ ഈസഹാക്കിന്റെ മേൽ, ഈസഹാക്കിന്റെ വാഗ്ദത്തം യാക്കോബിന്റെ മേലും വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവിന്റെ കരം ഓരോ വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഓരോരുത്തർ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യേ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഗ്ലോറി അത് വെളിപ്പെട്ട് വരുന്നതിനായി നന്ദി. പിതാക്കന്മാരുടെ വാഗ്ദത്തങ്ങൾ ആമേശ്വര പണ്ട് കാലങ്ങൾ ഞങ്ങളുടെ മുമ്പ് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അപ്പച്ചന്മാർ വില കൊടുത്തതിന്റെ വില കർത്താവെ ഈ കാലഘട്ടത്തിൽ ഈ ഇന്ത്യയിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട നിത്യതയിലെത്തിയെങ്കിലും അവരുടെ മേൽ വെളിപ്പെട്ട അഭിഷേകം ഇന്ന് രാത്രിയും ഹല്ലേലൂയ ഇന്ത്യയിൽ കേരളത്തിൽ അത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അഭിഷേകം വഹിക്കുന്ന ഓരോ വ്യക്തികളായി ഈ കാലഘട്ടത്തിൽ അവർ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, കുടുംബ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോയിരിക്കാൻ നന്ദി. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.